ഇന്ന് നമുക്ക് നല്ല തിരക്കുള്ള ദിവസമാണ്. ഡ്രസ്സ് എടുക്കണം, പിന്നെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. കാരണം ഡ്രസ്സ് എടുത്തതിന് ശേഷം മമ്മിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ മമ്മിയെ വേഗം പറഞ്ഞു വിടണം. അതുകൊണ്ട് തന്നെ സാരി സെക്ഷനിലേക്കാണ് ആദ്യം വന്നത്. ഈ ഡ്രസ്സ് എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഗേൾസിന് ഭയങ്കര കൺഫ്യൂഷനാണല്ലേ. ഒരു ഫംഗ്ഷൻ വന്നാൽ ഏത് ഡ്രസ്സ് ഇടണം, സാരി ഇടണോ ചുരിദാർ ഇടണോ? ഇപ്പോൾ സാരി ആണെങ്കിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാരീസ് ഉണ്ട് അല്ലേ. അതേപോലെ ചുരിദാർ ആണെങ്കിൽ തന്നെ അതിൽ അനാർക്കലി വേറെ, പട്ടിയാല വേറെ, ഷറാറ വേറെ, അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പിന്നെ ഗൗൺ ഉണ്ട്, ഫ്രോക്ക് ഉണ്ട്, ലാച്ചയുണ്ട്, ലെഹങ്കയുണ്ട്, എന്തൊക്കെ ടൈപ്പ് ഡ്രസ്സുകളാണ്. അതിൽ തന്നെ വേറെ വേറെ ഡിസൈൻസും മോഡൽസും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ബോയ്സിനാണെങ്കിൽ ടീഷർട്ട്, ഷർട്ട്, ജുബ്ബ, കുർത്ത, പാൻറ്, മുണ്ട്, ട്രൗസർ കഴിഞ്ഞു. എന്ത് സുഖം. അതുകൊണ്ട് തന്നെ രക്ഷേട്ടനും ശ്രീകുട്ടനും ഡ്രസ്സ് എടുക്കാൻ അധികം സമയം വേണ്ട. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഇവർക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സ് തപ്പിയിട്ടാണ്. കാരണം നമ്മളൊരു കളർ കോഡ് പിടിക്കാന്നുള്ള ഒരു ധാരണയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. മമ്മിയുടെ സാരി ഒരു പർപ്പിൾ കളറാണ്. അപ്പം ആ കളർ തീം പിടിച്ച് തന്നെ നമ്മളും എടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ കടയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ലേഡീസിന്റെ സെലക്ഷൻ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഈ രണ്ടു പേർക്കുള്ള ഡ്രസ്സ് എടുക്കാൻ ഒരുപാട് സമയം എടുത്തു. വൈകുന്നേരം വരെ നമ്മൾ പുറത്ത് കറങ്ങുമായിരുന്നു കേട്ടോ. ഏതായാലും ഈ കടയിൽ ആ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് രണ്ടു പേർക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചില്ല. ഞങ്ങൾ മമ്മിക്കും എനിക്കും മാത്രം വാങ്ങിച്ച് തിരിച്ചിറങ്ങിയായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് പെട്ടെന്ന് ഒരാൾ കിടക്കുകയാണെന്ന് തോന്നിയേ. പിന്നെ വേറെ കടയിലൊക്കെ പോകുന്നുണ്ട്. കടയിൽ പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ദെൻ അവൻ്റെ മുടി വെട്ടിക്കാനാണ് നമ്മൾ അടുത്തതായിട്ട് പോയത്. കാരണം സ്കൂൾ പൂട്ടിയേ പിന്നെ മുടിയിൽ തൊട്ടിട്ടേ ഇല്ല. ഇങ്ങനെ കാട് പോലെ വളർത്തിയിരിക്കുകയായിരുന്നു. ഏതായാലും മുടി വെട്ടി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈഡ് മാത്രമാണ് ട്രിം ചെയ്തിട്ടുള്ളത്. ഇതിന് എന്തോ പറഞ്ഞു കേട്ടോ അവർ. മുടി വെട്ടിയപ്പോൾ ഭംഗി കൂടി എന്ന് പറഞ്ഞാൽ ജാടയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ വന്ന പാടെ നേരെ തുണികളൊക്കെ എടുത്ത് മേലെ വാഷിംഗ് മെഷീനിലിട്ടു. അലക്കുകല്ല് വന്നേ പിന്നെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ടയേർഡ്നെസ് ഒക്കെ മാറ്റാനായിട്ട് ഒരു കാപ്പി ഇട്ടങ്ങ് കുടിച്ചു. നല്ല സ്ട്രോങ് കോഫി. നല്ല ഉഷാറായപ്പോൾ കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നു, അതും കൂടെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ലഞ്ച് കഴിക്കുമ്പോഴേക്കും വീട്ടിൽ നിന്ന് വിളിയെത്തി. അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങി ഇരട്ടക്കുളത്ത് വെച്ച് അച്ഛനെയും അമ്മയും കണ്ടുമുട്ടിയിട്ടുണ്ട്. താലം കൈമാറിയ ശേഷം ഞങ്ങൾ ആലത്തൂർ ഷോപ്പുകളിലൊക്കെ ഒന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. പറ്റിയ ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഒരിടത്തു നിന്നും രക്ഷേട്ടനുള്ള ഡ്രസ്സ് ഒപ്പിച്ചു. പിന്നെ അതാ വീണ്ടും വടക്കഞ്ചേരിയിൽ വന്നിട്ടാണ് ശ്രീകുട്ടനുള്ള ഡ്രസ്സ് എടുത്തത്. അതും സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മനസ്സ് തണുപ്പിക്കാനായിട്ട് ഒരു ഫ്രൂട്ട് സലാഡും ഓർഡർ ചെയ്ത് അങ്ങ് കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സും ഉള്ളൊക്കെ തണുത്തിട്ടുണ്ട്. നിങ്ങളും പോയി തണുപ്പിച്ചോളൂ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.